കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണവിലയിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതുമൂലം ഒറ്റ ദിവസം കൊണ്ട് സ്വർണത്തിന്റെ മൂല്യത്തിൽ 10 ലക്ഷം കോടിയുടെ ഇടിവാണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ സാധാരണ വീടുകളെയാണ് ഈ വിലയിടിവ് ബാധിച്ചത്. ഭൂരിഭാഗം വീടുകളിലും താരതമ്യേന വലിയ അളവിൽ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ വീടുകളെയാണ് സ്വർണവിലയിലെ കുറവ് രൂക്ഷമായി ബാധിക്കുക. ലോകത്തിലുള്ള ആകെ സ്വർണത്തിന്റെ 11% ഇന്ത്യൻ വീടുകളിലുള്ളത്. ഈ വർഷം ആരംഭിച്ചതു മുതൽ സ്വർണവില 14.7% വരെ കുതിച്ചുയരുകയും സെൻസെക്സിനെ മറികടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബജറ്റ് അവതരണ വേളയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% നിന്ന് 6% കുറച്ചു. കൂടാതെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ് 5% നിന്ന് 1% താഴ്ത്തുകയും ചെയ്തു. ഇത് സ്വർണത്തിന്റെ ആകെ നികുതി ഏകദേശം 18.5% നിന്ന് 9% കുറയ്ക്കും. ഗോൾഡ് ഫിനാൻസിയേഴ്സും ഈ തീരുമാനത്തിൽ മുഖം തിരിച്ചിരിക്കുകയാണ്. ഈ തീരുമാനം അവരുടെ ലോൺ ടു വാല്യൂ അനുപാതം കുറയ്ക്കുകയും അവരുടെ സാമ്പത്തിക ഭദ്രതയെ താറുമാറാക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ജുവലറി വ്യാപാരികൾക്ക് ഈ തീരുമാനം പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കണമെന്നത് സ്വർണ്ണ വ്യാപാരികളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. ഇതിലൂടെ സ്വർണത്തിന്റെ കള്ളക്കടത്തും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുഖജനാവിനെ സംബന്ധിച്ചിടത്തോളം കള്ളക്കടത്ത് കുറയുന്നതാണ് നല്ലത്. എന്നാൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. മുന്നോട്ടുള്ള കേന്ദ്രത്തിന്റെ വരുമാനത്തെ തീരുമാനം എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും വില കുറയും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 6%മായാണ് കുറച്ചത്. പ്ലാറ്റിനത്തിന്റെ തീരുവ 6.4%മായും കുറച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ബജറ്റിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇതിനൊപ്പം മൊബൈൽ ഫോണുകൾക്കും ചാർജറുകൾക്കും തുണിത്തരങ്ങൾക്കും ലെതർ ഉൽപ്പന്നങ്ങൾക്കും വില കാര്യമായി കുറയും. ബജറ്റിൽ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതോടെയാണ് ഇവയ്ക്ക് വില കുറയുന്നത്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും ഒഴിവാക്കിയിട്ടുണ്ട്. 6 വർഷത്തിനുള്ളിൽ മൊബൈൽ ഫോണുകളുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 3 ഇരട്ടി വർധനയും കയറ്റുമതിയിൽ ഏകദേശം 100 മടങ്ങ് വർധനയും ഉണ്ടായതായും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വ്യവസ്ഥകൾക്ക് വിധേയമായി റെസിസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള ഓക്സിജൻ രഹിത കോപ്പറിൽ അടിസ്ഥാന കസ്റ്റംസ് തീരുവ നീക്കം ചെയ്യുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. മൊബൈൽ ഫോൺ, PCDA, ചാർജർ എന്നിവയിലെ BCD 15%മായി കുറയ്ക്കുന്നത് ഇന്ത്യൻ മൊബൈൽ ഫോൺ നിർമ്മാണ ഇക്കോസിസ്റ്റത്തിന്റെ ആഭ്യന്തര നിർമ്മാണ ശേഷിയിൽ കുതിപ്പുണ്ടാക്കുമെന്നും മൊബൈൽ കമ്പനികൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആണവ തെർമൽ പവർ പ്ലാന്റുകൾക്ക് ബജറ്റിൽ പരിഗണന ലഭിച്ചു. ചെറുകിട റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനും ആണവോർജ്ജത്തിനായുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണത്തിനും വികസനത്തിനും സ്വകാര്യ മേഖലയുമായി സഹകരിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. വിപുലമായ അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റുകൾ വളരെ ഉയർന്ന കാര്യക്ഷമതയോടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 800 മെഗാവാട്ട് വാണിജ്യ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും സർക്കാർ ആവശ്യമായ ധനസഹായം നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1000 കോടി രൂപയുടെ ഫണ്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ 180-ലധികം സർക്കാർ അംഗീകൃത ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പുകൾക്ക് ഈ പ്രഖ്യാപനം നേട്ടമായേക്കും.